തെരഞ്ഞെടുപ്പിൽ UDFന്റെ വിജയാഹ്ലാദത്തിനിടെ ഏറ്റവും കൂടുതൽ പരിഹാസവും അതുപോലെ തന്നെ കളിയാക്കലുകളുമൊക്കെ ഏറ്റുവാങ്ങിയ ഒരു നേതാവാണ് ചെറിയാൻ ഫിലിപ്പ്. ഇദ്ദേഹം AK ആന്റണിയുടെ ഒരു കൂടെ വന്ന് രാഷ്ട്രീയത്തിൽ വന്ന് തുടർന്ന് ഉമ്മൻചാണ്ടിയുടെ കൂടെയായി അങ്ങനെ കോൺഗ്രസിലെ വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇടതുപക്ഷത്തേക്ക് പോയ സമയം മുതൽ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് എനിക്കും അറിയാം. അദ്ദേഹത്തെ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹവുമായിട്ട് അടുത്ത സൗഹൃദം പുലർത്തുന്നുണ്ട്. വെള്ളയമ്പലത്തെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഞാൻ പോയിട്ടുണ്ട്. അദ്ദേഹം അവിവാഹിതനാണ്. അദ്ദേഹം സഹോദരിയുടെ കൂടെയോ മറ്റെയാണ് കുറച്ച് നാൾ താമസിച്ചത്. ഇപ്പോൾ ആരാണ് കൂടെയുള്ളത് എന്നറിയില്ല. പ്രായാധിക്യമുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് വൈയായികകളുണ്ട്. അദ്ദേഹത്തെ ഒരുപാട് പരിഹസിച്ചു. അദ്ദേഹം ഒരു വനിതാ പ്രവർത്തകയെ കെട്ടിപ്പിടിക്കാൻ ചെന്നു, അവർ കൈതട്ടി മാറ്റി എന്ന് പറഞ്ഞ് ഒരുപാട് പരിഹസിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു വിശദീകരണം ഇത്രയും ദിവസത്തിന് ശേഷമാണത് വന്നത് എന്നതുകൊണ്ട് അതൊന്ന് വായിക്കാം. ഫേസ്ബുക്കിലാണ്. വിജയലഹരിയിൽ പരിസരബോധം മറന്നു ചെറിയാൻ ഫിലിപ്പ്. തെരഞ്ഞെടുപ്പ് വിജയലഹരിയിൽ പരിസരബോധം മറന്നാണ് ഇന്ദിരാഭവനിൽ അനേകം ക്യാമറകൾക്കും മാധ്യമ പ്രവർത്തകർക്കും മുന്നിൽ ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാ കോൺഗ്രസ് MLA-മാരെയും സ്നേഹത്തോടെ ആലിംഗനം ചെയ്തത്. ഇതിൽ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും അനൗചിത്യം ഉണ്ടായെങ്കിൽ പൊതുസമൂഹം സദയം പൊറുക്കണം. നിർവിശേഷമായ സ്നേഹപ്രകടനമാണ് ഞാൻ നടത്തിയത് എന്ന് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ജെബി മേത്തർ MP അന്ന് തന്നെ പറഞ്ഞിരുന്നു. എൻ്റെ പെരുമാറ്റത്തിൽ ഒരു ദുരുദ്ദേശവും ഉണ്ടായിരുന്നില്ല എന്ന് ബിന്ദു കൃഷ്ണയും തികച്ചും സ്വാഭാവികമായ പ്രവൃത്തി മാത്രമാണെന്ന് ഷാനിമോൾ ഉസ്മാനും പറഞ്ഞിട്ടുണ്ട്. വർഷങ്ങളായി പരിചയമുള്ള ഇവരെല്ലാം എൻ്റെ കുഞ്ഞനുജത്തിമാരാണ്. ഇന്ദിരാഭവനിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇവരോടെല്ലാം ആഹ്ലാദപൂർവ്വം സൗഹൃദം പങ്കുവെക്കുകയും ചെയ്തു. അത് ഇന്നത്തെ പോസ്റ്റാണ്. അരനൂറ്റാണ്ട് മുമ്പ് രാഷ്ട്രീയ പീഡനത്തിൽ നട്ടലിനും സുഷുമ്ന കാണ്ഡത്തിനും ക്ഷതമേറ്റതിനെ തുടർന്ന് ക്രമേണ അരയ്ക്ക് താഴെയുള്ള നാഡീവ്യവസ്ഥ തകർച്ചയിലായി. കാലുകളിലെ പേശികൾ സൂക്ഷിച്ചു. തുടർച്ചയായ ചികിത്സ കൊണ്ടാണ് ഇപ്പോഴും എഴുന്നേറ്റ് നടക്കുന്നത്. ഒറ്റയാനായി സന്യാസ സദൃശമായ ജീവിതം നയിക്കുന്ന എന്നെ ഒരു സ്ത്രീ ലംബടനായി ചില സമൂഹ മാധ്യമങ്ങൾ ചിത്രീകരിച്ചത് മാനസികമായി തളർത്തിയിട്ടുണ്ട്. ദിവസങ്ങളായി ഉറക്കം നഷ്ടപ്പെടുത്തി എനിക്ക് സാന്ത്വനമരളിയ എന്നെ അറിയാവുന്ന അഭ്യുദയകാംക്ഷികളോട് നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെറിയാൻ ഫിലിപ്പ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വിശദീകരണം വളരെ കൃത്യമായൊരു വിശദീകരണമാണ്. അതിൽ അദ്ദേഹം അത്തരത്തിൽ ഇതുവരെ പെരുമാറിയതായിട്ടോ, അദ്ദേഹം ചെറുപ്പകാലത്ത് പോലും അദ്ദേഹം ഇത്തരത്തിൽ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് വളരെ മാന്യമായി തന്നെയാണ് അദ്ദേഹം പണ്ടും പെരുമാറിയിരുന്നത്, ഇന്നും പെരുമാറിയിരുന്നത്. ഒരു പ്രത്യേക സഹോദര സഹൃദമായ ഒരു മാനസികാവസ്ഥയിൽ പെട്ടെന്ന് ആഹ്ലാദം കൊണ്ട് അത്തരത്തിൽ ഒന്ന് ആലിംഗനം ചെയ്യാൻ ശ്രമിച്ചു എന്നേ ഉള്ളൂ. അതിൽപ്പെട്ട നേതാക്കൾക്ക് ജെബി മേത്തർക്കായാലും ബിന്ദു കൃഷ്ണക്കായാലും അല്ലെങ്കിൽ ഷാനിമോൾ ഉസ്മാനായാലും ഒരു പരാതിയുമില്ല, ബുദ്ധിമുട്ടുമില്ല. പക്ഷേ സമൂഹ മാധ്യമങ്ങൾ അദ്ദേഹത്തെ ഒരുപാട് ഇട്ട് അലക്കി ഒരു പരുവമാക്കി എന്നത് ഒരു സത്യമാണ്. അതിനുശേഷമാണ് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ചെറിയാൻ ഫിലിപ്പ് ഈ വിശദീകരണ കുറിപ്പ് എഴുതിയിരിക്കുന്നത്.